അഭിജിത് ദിപ്കെ, അദ്ദേഹം ബോസ്റ്റണിലാണ് പഠിക്കുന്നത്, അമേരിക്കയിലെ പ്രസിദ്ധമായ സർവകലാശാല. അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹം നമ്മുടെ SFIയുടെ നേതൃത്വത്തിൽപ്പെട്ട ഐഷി ഘോഷ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ ചെയർപേഴ്സൺ ആയിരുന്നു. ഇപ്പൊ ഡൽഹിയിലെ SFI നേതൃത്വ നിരയിൽപ്പെട്ട, അഖിലേന്ത്യാ നേതൃത്വ നിരയിൽപ്പെട്ട നല്ല ഉശിരൻ പോരാളിയായിട്ടുള്ള സഖാവാണ് ഐഷി ഘോഷ്. ഇതിൽ ജന്തർ മന്ദർ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞിട്ട് അറിയിച്ചു. അദ്ദേഹം ആലോചിച്ചു, അപ്പൊ ആ പരിപാടിക്ക് പോകണം. ഒറ്റയ്ക്ക് പോയാൽ പോരാ, ഡൽഹിയിലുള്ള നമ്മുടെ SFIയുടെയും DYFIയുടെയും കാര്യം അവിടെ എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളത് അറിഞ്ഞുകൂടാലോ. അപ്പം ഒരു കൂട്ടം ആളുകളുമായിട്ട് പോകണം. അങ്ങനെ അതിൽ പങ്കെടുത്തു. നിലവിലെ ഇന്ത്യൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഐഷി ഘോഷ് എന്ന SFI നേതാവിന്റെ പങ്കെന്താണെന്ന് ഈ പ്രസ്താവന തന്നെ വിവരിക്കുന്നുണ്ട്. ഇനി നമുക്കല്പം പുറകോട്ട് നടക്കാം. കേന്ദ്രാധികാരം ലഭിച്ചിട്ടും BJP ഏറ്റവും വലിയ കീറാമുട്ടിയായി കണ്ടത് തലസ്ഥാനത്തെ കോളേജുകളിൽ ABVP എന്ന സംഘടനയ്ക്ക് ആധിപത്യം നേടാൻ കഴിയാത്തതായിരുന്നു. അതിനവർ പഠിച്ച പണി 18 നോക്കി. അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം ദില്ലിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ആയിരുന്നു. JNUവിലെ ആധിപത്യം പിടിച്ചെടുത്താൽ രാജ്യത്തെ ക്യാമ്പസുകളുടെ ആധിപത്യം നേടാൻ കഴിയും എന്നായിരുന്നു ABVPയും RSSും കണക്കുകൂട്ടിയത്. ആ ക്യാമ്പസ് പിടിച്ചെടുക്കാൻ വേണ്ടി ഭരണാധികാരം ഉപയോഗിച്ച് പല വഴികളും അവർ തേടി. പക്ഷേ ഒന്നും ഫലവത്തായില്ല. വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ അവർക്ക് JNUവിൽ നേരിടേണ്ടി വന്നു. അന്ന് വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വം SFIക്കായിരുന്നു. ഐഷി ഘോഷ് എന്ന MPhil വിദ്യാർത്ഥിനിയായിരുന്നു അന്ന് JNUവിന്റെ വിദ്യാർത്ഥി യൂണിയൻ ചെയർപേഴ്സൺ. ഐഷി ഘോഷിന്റെ നേതൃത്വത്തിൽ വലിയ ചെറുത്തുനിൽപ്പ് തന്നെ JNUവിൽ സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളെ ആകെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ പോരാട്ടം തന്നെ JNUവിൽ നടന്നു. പല വിധത്തിലും അധികാരം പ്രയോഗിച്ചു നോക്കിയെങ്കിലും വിദ്യാർത്ഥികൾ വഴങ്ങിയില്ല. ഒടുവിൽ അവർ അവസാനത്തെ അടവ് പുറത്തെടുത്തു. അന്ന് JNU ക്യാമ്പസ് സാധാരണ പോലെയായിരുന്നു. പക്ഷേ രാത്രിയായതോടെ മുഖം മൂടി ധരിച്ചെത്തിയ ഒരു വിഭാഗം ABVP പ്രവർത്തകർ ആ ക്യാമ്പസിൽ അഴിഞ്ഞാടുക തന്നെ ചെയ്തു. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും നേരെ വലിയ തോതിലുള്ള ആക്രമണം നടന്നു. ഇരുട്ടിന്റെ മറവിൽ വിദ്യാർത്ഥികൾക്ക് നേരെ കടുത്ത ആക്രമണമാണ് ആ സംഘം അഴിച്ചുവിട്ടത്. അതിന് ചെറുത്തു നിൽക്കാൻ മുന്നിലുണ്ടായിരുന്നത് വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് കൂടിയായിരുന്ന ഐഷി ഘോഷ് തന്നെയായിരുന്നു. ഐഷി ഘോഷിനെ അവർ വെറുതെ വിട്ടില്ല. ഐഷിയുടെ തലതല്ലി പൊളിച്ചു, കൈ തല്ലി ഒടിച്ചു. മാസങ്ങളോളം ചികിത്സയിൽ കഴിഞ്ഞാണ് ഐഷി ഘോഷിന് തന്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിഞ്ഞത്. എന്നിട്ടും തലയിലെ മുറിവിലെ കെട്ടുമായും ഒടിഞ്ഞ കൈയുമായും ഐഷി ഘോഷ് JNUവിൽ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടേയിരുന്നു. അന്നു മുതൽ RSSന്റെയും ABVPയുടെയും കണ്ണിലെ കരടാണ് ഐഷി ഘോഷ്. ഇപ്പോഴും JNUവിൽ ABVPക്ക് സർവാധിപത്യം നേടാൻ കഴിഞ്ഞിട്ടില്ല. ഇടത് വിദ്യാർത്ഥി സംഘടനകൾ വലിയ ശക്തരാണ് JNUവിൽ. ഇപ്പോഴത്തെ വിദ്യാർത്ഥി സമരം നോക്കൂ. അതിന്റെ സംഘാടനത്തിൽ CJPക്ക് എല്ലാ പിന്തുണയും നൽകി പിറകിലുണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥി സംഘടന SFI ആയിരുന്നു. ആദ്യം മുതൽ തന്നെ അതിൽ ഐഷി ഘോഷിന് നിർണായകമായ പങ്കുണ്ടായിരുന്നു. ഐഷി ഘോഷുമായും SFI നേതൃത്വവുമായും CJP നേതാക്കൾ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. വിദ്യാർത്ഥികളെ ആകെ ജന്തർ മന്ദിലെത്തിക്കുന്നതിൽ SFIക്ക് വലിയൊരു പങ്കുണ്ട് എന്ന് ചുരുക്കം. പിന്നീട് CJP സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് SFI നിരാഹാര സമരം പ്രഖ്യാപിച്ചപ്പോൾ അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശിനൊപ്പം നിരാഹാരമിരുന്നത് ഐഷി ഘോഷ് ആയിരുന്നു. ആ നിലയിൽ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ ബുദ്ധികേന്ദ്രമായി ഐഷി ഘോഷും അടയാളപ്പെടുത്തപ്പെട്ടു. ഐഷിയെ അറസ്റ്റ് ചെയ്യാൻ ദില്ലി പോലീസ് ശ്രമിച്ചപ്പോൾ CJPയുടെ പ്രതികരണം അത് തെളിയിക്കുന്നതാണ്. ഐഷി ഘോഷിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയ പ്രതിഷേധങ്ങൾ നിങ്ങൾ കാണേണ്ടി വരും എന്നാണ് CJP ഐഷി ഘോഷിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണം. സമരത്തിന് ആസൂത്രണം നൽകി എന്നത് മാത്രമല്ല ഐഷി ഘോഷിനെതിരായ ദില്ലി പോലീസിന്റെ ചുരുക്ക്. സമരത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളുടെയും വിദ്യാർത്ഥിനികളുടെയും നിരവധി ചിത്രങ്ങളും വീഡിയോകളും പോലീസ് പകർത്തുന്നുണ്ടായിരുന്നു. അതും പോലീസിന്റെ സ്വകാര്യ ക്യാമറയിലായിരുന്നു പകർത്തിയത്. വിദ്യാർത്ഥിനികളുടെ ചിത്രങ്ങൾ പകർത്തിയതിനെ ഐഷി ഘോഷ് ശക്തിയുക്തം എതിർത്തു. ഇത് ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് ഐഷി ഘോഷ് ദില്ലി കോടതിയിൽ ഹർജി നൽകി. ആ ഹർജി പിൻവലിക്കണമെന്നായിരുന്നു ദില്ലി പോലീസിന്റെ ആവശ്യം. ദില്ലി ഹൈക്കോടതിയിൽ സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ സമരം കഴിഞ്ഞപ്പോൾ ഇനി എന്താണ് ഈ ഹർജിക്ക് പ്രസക്തി എന്ന് പോലും ചോദിച്ചു. ഇപ്പോഴും സമരക്കാരുടെ വിഷ്വൽസും ഫോട്ടോസുമെല്ലാം പോലീസ് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ടെന്നും അത് ദുരുപയോഗം ചെയ്യപ്പെടുമെന്നുമായിരുന്നു ഐഷിയുടെ വാദം. ആ കേസ്
ഒരുപക്ഷെ തങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന് ദില്ലി പോലീസ് ഭയക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ദില്ലി പോലീസ് ആ കേസ് പരിഗണിച്ച അതേ ദിവസം തന്നെ ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത് എന്നുകൂടി കാണണം. യൂണിഫോം ഇല്ലാതെ, ഔദ്യോഗിക വാഹനമില്ലാതെ ഐഷിയെ അറസ്റ്റ് ചെയ്യാനെത്തിയതിൽ ദുരൂഹതയുണ്ട് എന്ന് ചുരുക്കം. ദില്ലി പോലീസിന് അക്കാര്യത്തിൽ കൃത്യമായ ചില പ്ലാനുകൾ ഉണ്ടായിരുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഐഷി ഘോഷിനെതിരായ നീക്കത്തിലൂടെ കേന്ദ്ര രാഷ്ട്രീയത്തിൽ SFIക്കും CPIMനും കൂടുതൽ വിസിബിലിറ്റി നൽകുകയാണ് ദില്ലി പോലീസ് ചെയ്തിരിക്കുന്നത്. സംഘപരിവാറിന്റെ പ്രധാനപ്പെട്ട ശത്രുവായി CPIM മാറുന്ന സാഹചര്യത്തിൽ ഇനിയും ഇത്തരം സംഭവങ്ങൾ ദില്ലിയിൽ ആവർത്തിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അതിനെ CPIM എങ്ങനെ നേരിടുന്നു എന്നതും വളരെ പ്രധാനമാണ്.